എല്ലാ ആരാധകരും കാത്തിരുന്ന നെയ്മാർ ജൂനിയറുടെ തിരിച്ചുവരവിന് തന്നെയാണ്. ഏതാണ്ട് ഒരു 3 വർഷത്തോളം, എക്സാക്ട്ലി കൃത്യമായി പറഞ്ഞാൽ 981 ദിവസങ്ങൾക്ക് ശേഷമാണ് നെയ്മാർ ജൂനിയറെ വീണ്ടും ആ മഞ്ഞക്കുപ്പായത്തിൽ കണ്ടത്. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ വൈകാരികമായിരുന്നു. നെയ്മറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഇമോഷണൽ ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മയാമി സ്റ്റേഡിയത്തിലെ സ്റ്റോപ്പ് വാച്ചിൽ മത്സര സമയം 76 മിനിറ്റ് ആകുന്നു. സൈഡ് ലൈനിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. സ്റ്റേഡിയം ഒന്നാകെ ആർത്തിരമ്പി. അസിസ്റ്റന്റ് റഫറിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡിൽ ആ നമ്പർ തെളിഞ്ഞു. ഗോൾ സ്കോറർ മത്തയോസ് കൂനിയെ പിൻവലിച്ച് നെയ്മാർ ജൂനിയർ കളത്തിലേക്ക്. ഓരോ ഫുട്ബോൾ ആരാധകനും കാത്തിരുന്ന നിമിഷം. തന്നെ അടയാളപ്പെടുത്തിയ പുൽമൈതാനത്തെ തൊട്ടുവണങ്ങി കളിദൈവങ്ങളോട് പ്രാർത്ഥിച്ച് 981 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് സുൽത്താൻ കളത്തിലിറങ്ങി. ഇനിയൊരു വേൾഡ് കപ്പിനില്ലെന്നുള്ള ഉറച്ച ബോധ്യം മടങ്ങിവരവിന് ഇരട്ടി മധുരം നൽകുന്നു. ഈ വിശ്വവേദിയിൽ സാമ്പാ നൃത്തമാടാനുള്ള കൊതി അത്രമേൽ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാകും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. ഗോളോ അസിസ്റ്റോ കൊണ്ട് അളന്നു തൂക്കി വിധിയെഴുതേണ്ട 15 മിനിറ്റുകളായിരുന്നില്ല അത്. അതുകൊണ്ട് ആ കണക്കുകൾ വിടാം. കാനറികളുടെ 6ാം ലോകകപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് ഒരായുധം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അധികമാർക്കുമില്ലാത്ത അമൂല്യമായ ആയുധം. ഒരിക്കൽ കൂടി നന്ദി പറയാം പരിശീലകൻ കാർലോസ് അഞ്ചലോട്ടിക്ക്. പരുക്ക് വേട്ടയാടുമ്പോഴും നെയ്മാറിൽ അർപ്പിച്ച വിശ്വാസത്തിന്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.